അപ്പോൾ എൻ്റെ നിധിപ്പെട്ടിയുടെ പാർട്ട് 2 വീഡിയോ ഉണ്ടായല്ലോ, അത് ഇതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഫയലായിട്ട്. ഇതിൻ്റെ അകത്തുള്ളത് മൊത്തവും ക്രിഞ്ച് ഐറ്റമാണ്. ഇത് എൻ്റെ ഇത്തായി ഇക്കായാണ്. അവരുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാൻ അവരെ ഒന്ന് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്തേ, പക്ഷെ അങ്ങോട്ട് ഒത്തില്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, കളയാതെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഞാൻ +1 പഠിക്കുന്ന സമയത്തൊക്കെ വരച്ചേ. അപ്പോൾ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് വരച്ചു. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ്, അവ ജീവനോടുണ്ടോ എന്തോ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് വരയ്ക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ല എന്ന്. പക്ഷെ ആ കഴിവില്ലായ്മ ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യില്ല, അതാണ് സത്യം. പിന്നെ നേരത്തെ കാണിച്ച ആ ഫോട്ടോ ഇല്ലേ, ആ ആളിനെ മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ആക്ടറാണ് എന്ന് മാത്രം പറയാം. നോക്കാമല്ലോ എത്ര പേർക്ക് മനസ്സിലാവും എന്നുള്ളത്. പിന്നെ ഈ വീണ്ടും എൻ്റെ ഇത്തായി കായും തന്നെയാണ്. അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോഴത്തേക്ക് ഞാൻ അവരെ 3 പേരും കൂടെ ഒന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്തത്, പക്ഷേ അതും അങ്ങോട്ട് ഒത്തില്ല. പക്ഷെ ഞാൻ ഒന്ന് കളയാതെ അങ്ങോട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ ഫോട്ടോസ് ഉണ്ട്. മൊത്തം ക്രിഞ്ചെന്ന് വെച്ചാൽ അമ്മാതിരി ക്രിഞ്ചാണ്. എനിക്ക് തന്നെ കാണുമ്പോൾ അയ്യേം തോന്നുന്ന കണക്കത്തെ ഫോട്ടോസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ കുറേ ക്രിസ്മസ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാർഡ്, ആദ്യം കാണിച്ച കാർഡ് കീറിയിരിക്കും, അതുകൊണ്ടാണ് ഞാനത് കവറിൽ നിന്ന് പുറത്തെടുക്കാത്തത്. അന്നാണെങ്കിൽ ഇപ്പോഴുണ്ടോ എനിക്കറിയത്തില്ല, ഈ കവറിൻ്റെ പുറത്ത് മറ്റേ ഓപ്പൺ വിത്ത് എ സ്വീറ്റ് സ്മൈൽ എന്നൊരു എഴുതിയേക്കും. അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഇപ്പോഴും ഉണ്ടോ അങ്ങനെയൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഏകദേശം ഏജിലുള്ളവരുടെയിലൊക്കെ ഏകദേശം ഇതുപോലത്തെ അൽക്കുലത്തെ ഐറ്റംസ് ഒക്കെ കാണുമായിരിക്കും അല്ലേ. ഇവിടെ എൻ്റെ ഇക്കാടയിലും ഉണ്ട് കേട്ടോ. 10ലോ +1ലോ ഒക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു ഓട്ടോഗ്രാഫ് ബുക്ക്, അതും ഇങ്ങനെ ഇടയ്ക്കെടുത്ത് വായിക്കും. ഒരു രസമാണ് ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക്. നിങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നോക്കാമല്ലോ എത്ര പേരുടെ ഇതൊക്കെ ഉണ്ടെന്നുള്ളത്. എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒന്ന് വാരിപ്പറക്കി അടിക്കുന്നു വെച്ചേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ബൈ.